ഹലോ ഗായ്സ്, ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 6:25 ഒരാൾ ഇവിടെ മദ്രസയിൽ പോകാൻ റെഡി ആയിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെന്ത് ചെയ്യണ്? കഴിഞ്ഞോ? പോവാ, മദ്രസയിൽ പോവാ. എന്നാൽ കൈ കഴുകിയിട്ട് വാ. ഇന്ന് നല്ല മഴയുണ്ട് രാവിലെ. അപ്പം ഞാൻ കൊണ്ടാക്കാന്നാണ് വിചാരിച്ചത് മദ്രസയിൽ. പക്ഷെ അപ്പോഴേക്കും ദുവാടെ കസിൻ എത്തി. കസിൻ എന്ന് പറഞ്ഞാൽ ദുവാടെ അങ്കിളുടെ മോളാണ്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ അവർ രണ്ടുപേരും കൂടിയാണ് ഇന്ന് മദ്രസയിൽ പോകുന്നത്. ഈ തിരിച്ചുവരവ് എന്തിനാണെന്നറിയോ? എന്നും തരാറുള്ള ഉമ്മ മറന്നു. അപ്പൊ ഉമ്മയും തന്ന് സലാമും പറഞ്ഞ് അവര് പോവാണ്. അവര് ആടിപ്പാടി അവിടെ എത്തുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് ആവും. ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല മദ്രസയ്ക്ക്. പക്ഷെ മഴയെല്ലാം കണ്ട് അവരങ്ങനെ പോകുമ്പോഴേക്കും ലേറ്റ് ആവും. അത് അവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ച് ടാറ്റൊക്കെ തരുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള കുളമാണ്. ആ കുളത്തിൻ്റെ സൈഡിലൂടെയുള്ള റോട്ടിലൂടെയാണ് അവർ പോവുക. ഈ പുല്ലിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവർ, പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. അവർ ആ റോഡിൻ്റെ അവിടെ എത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു ബൈക്ക് പോയില്ലേ? ഇവിടെ കുളത്തിൽ നിറയെ മീനുണ്ട്. അപ്പോൾ അത് പിടിക്കാൻ ഒരുപാട് പേര് വരാറുണ്ട്. ഏകദേശം ഒരു 1.5 മിനിറ്റ് ആയപ്പോഴേക്കും അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫാസ്റ്റായി കാണിക്കുകയാണ് വീഡിയോയിൽ, ഇത്തിരി ലെങ്ത് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ആ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണുന്നില്ലേ? അവിടുന്ന് കുറച്ച് പോയാൽ ദുവാടെ മദ്രസ ആയി. അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം നമുക്ക് ദുവാനെ കൊണ്ടുപോയി വിടുന്നത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ മുന്നിൽ കുളവും പാടവും എല്ലാം ഉണ്ടായ കാരണം നല്ല ഭംഗിയാട്ടോ. മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എനിക്കിവിടെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ മഴയൊക്കെ ആയത് കാരണം എല്ലാം ആകെ നാശമായിട്ടാണ് ഇരിക്കുന്നത്. ആകെ പൂവെല്ലാം കുഴഞ്ഞ് ആകെ ഒരു ഉഷാറില്ലാതെ ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പൂവും ഈ ചെടികളൊക്കെ കാണാൻ മനസ്സിനൊരു ഭയങ്കര സന്തോഷം നൽകൂലേ നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ നോക്കിയിരിക്കാൻ. എന്താണെങ്കിലും ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ചെടികളെല്ലാം ഒന്നും കൂടിയും ഉഷാറാക്കി എടുക്കണം. പുതിയ ചെടികൾ വെക്കണം. അപ്പോൾ മഴ ഒന്ന് ജസ്റ്റ് ഒതുങ്ങിയതിന് ശേഷം ഇനി അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ചെറിയ പൂന്തോട്ടം നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഇതെല്ലാം ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുറ്റം കുറവാണ്, അപ്പോൾ ചട്ടിയിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ചെടികളെല്ലാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. അപ്പോൾ ഓക്കെ, ബായ്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്, ടേക്ക് കെയർ.